പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട വട്ടായലിച്ചൻ്റെയും ബിനോയ് അച്ഛൻ്റെയും സോജി അച്ഛൻ്റെയും പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്. അവരുടെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നുണ്ടെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. എല്ലാ അഭിഷേകാഗ്നി കുടുംബാംഗങ്ങളെയും ഈശോ ധാരാളം അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വലിയ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയമാണ് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾ, 50 ദിവസത്തെ ഒരുക്കം. നമുക്ക് പ്രത്യേകം ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളെ ധാരാളം ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഈശോ നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ഇതുപോലെയുള്ള ശുശ്രൂഷയിൽ പങ്കുചേർന്നപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ഒരു അനുഭവ സാക്ഷ്യം നമുക്ക് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ ഗാനം പാടി പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. എൻ്റെ പേര് നീന, ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരണത്. എനിക്ക് 2016 തൊട്ട് തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് വളർച്ചയുടെ കാലഘട്ടത്തിൽ ഈ ഭാഗത്ത് വരണ കുറച്ച് മുഴകളാണ്, അപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് മരുന്നുകൾ തന്നു. പക്ഷെ അത് കഴിച്ചിട്ടും എനിക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം 2018 ആയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ മുഴയുടെ വലിപ്പം കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചുമ വരും, ഉറങ്ങാൻ പറ്റില്ല രാത്രി, അങ്ങനെയായിരുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ ആണെന്നാണ് അവർ പറഞ്ഞത്, റിപ്പോർട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ അമൃത ഹോസ്പിറ്റലിലേക്ക് ആക്കി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, വേഗം തന്നെ 2ാമത് ഓപ്പറേഷൻ ചെയ്യണം, ലെഫ്റ്റ് സൈഡിലുള്ള തൈറോയ്ഡ് കൂടി എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ അതും ഞങ്ങൾ എടുത്തു കളഞ്ഞു. പിന്നീട് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, അസുഖം വീണ്ടും വന്നേക്കാണ്, ഒരു 85% ഇപ്പോഴും ഓപ്പറേഷൻ ചെയ്ത ഭാഗത്ത് തന്നെ ഇപ്പോഴും ക്യാൻസർ സെല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ആകെ മാനസികമായിട്ട് തളർന്നു പോയി. പ്രാർത്ഥന മാത്രമായിരുന്നു ശരിക്കും ആശ്രയം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അസുഖം ഒട്ടും കുറയുണ്ടായിരുന്നില്ല. എൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ എനിക്ക് ക്യാൻസർ പടർന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇരിഞ്ഞാലക്കുടയിൽ അഭിഷേകാഗ്നിയുടെ കൺവെൻഷൻ വരണത്. അപ്പോൾ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ സാംസനച്ചൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്, അപ്പോൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ രോഗസൗഖ്യം ലഭിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതുവരെ കുറയാത്ത അസുഖം ക്രമേണ മാറാനായിട്ട് തുടങ്ങി. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ കംപ്ലീറ്റ് ഹീലിംഗ് ആയില്ലേ? ഡോക്ടർമാർ പറഞ്ഞോ കംപ്ലീറ്റ് പോയെന്ന് പറഞ്ഞോ? അതെ അതെ അതെ, മാറി. ഡോക്ടർമാർ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ആ തൈറോയ്ഡ് ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട്, തൈറോയ്ഡ് ക്യാൻസർ തൊണ്ടയിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്തായാലും ശരി, ഇപ്പോൾ അത് പരിപൂർണമായിട്ടും കർത്താവ് ഇതുപോലൊരു കൺവെൻഷനിൽ ഇരിങ്ങാലക്കുട പങ്കെടുത്തു. അപ്പോൾ സാംസൺ ശരിക്കും കൈവച്ചൊരു ആശീർവാദം കൊടുത്തിട്ട് പറഞ്ഞു, നീ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞു, ഇനി സാക്ഷ്യം പറയാൻ വേണ്ടി നീ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എൻ്റെ തൈറോയ്ഡ് ക്യാൻസർ ഫുള്ള് മാറിയാൽ ഞാൻ സാക്ഷ്യം പറയുന്നു. പിന്നെ കുറഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ് ഹീലിംഗ് ആയി. ഡോക്ടർമാർ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് ഒരു സാക്ഷ്യവും പറഞ്ഞു. കൈ ഉയർത്തി, കൈയടിച്ച് നന്നായിട്ട് കൈ ഉയർത്തി എല്ലാവരും, ആരും കൈ താഴെ. സന്തോഷത്തോടെ ഒന്നുകൂടെ പാടാം. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്.
ആത്മാവിനാലാണ്. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ കേട്ട സാക്ഷ്യത്തിലെ പോലെ തന്നെ അനേകർക്ക് ഇതുപോലെ രോഗങ്ങളും പീഡകളും മറ്റ് പലതരത്തിലുള്ള ആവശ്യങ്ങളുമുണ്ട്. നമുക്ക് കർത്താവിൻ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. കുറച്ച് സമയം നമുക്കൊന്ന് സ്തുതിക്കാം. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഗാന ശുശ്രൂഷയോട് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഇപ്പോൾ നിങ്ങളിലേക്ക് നിറയും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. 2 കരങ്ങൾ ഉയർത്തി പിടിച്ചോ. 2 കരങ്ങൾ ഉയർത്തി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളിലേക്കും ആത്മാവിൻ്റെ ഒരു അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ഈശോയെ, ഇപ്പോൾ അഭിഷേകാഗ്നി ഏത് ദേശത്താണോ ഏത് രാജ്യത്താണോ ഇരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്, ആ ദൈവമക്കളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, കരമടിച്ച് വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരമുയർത്തിയടിച്ച് നിറയണമേ നീ ഇന്നുള്ളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി നിറയട്ടെ. നിറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയ ചെങ്കട പോലും 2ആയി മാറ്റിയ അഭിഷേകം കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയും പുതുജീവൻ പകരും. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അഭിഷേകം ഇപ്പോൾ ഓരോ മക്കളിലേക്ക് നിറയട്ടെ. ഇന്ന് കണ്ണുനീരോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളെ അവരുടെ എല്ലാ സങ്കടങ്ങളും എടുത്തു മാറ്റണം, അവരുടെ വേദനകൾ എടുത്തു മാറ്റണം. രോഗികൾ ഇപ്പോൾ ആത്മാവിന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കണം. ഓ കർത്താവായ ഈശോയെ, ചങ്ങലകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ഭൂതങ്ങൾ വിട്ടുമാറട്ടെ, പാതകൾ ഒഴിയട്ടെ. സാത്താന്യ ശക്തികൾ അലറിക്കൊണ്ട് നിബന്ധിക്കുന്ന അത്ഭുതാഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, ചേർന്ന് പാടാം. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ചൊരു പരിശുദ്ധാത്മാവേ, മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും പതറാതെ അഭിഷേകത്തോടെ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളായി ഒഴുകണമേ നീ പുതിയൊരു നദിയായി. ചെങ്കട പോലും 2ആയി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയും പുതുജീവൻ പകരണമേ. ചെങ്കട പോലും 2ആയി മാറ്റിയ അഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയും പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, സകല പീഡകൾ വിട്ടുമാറട്ടെ, സകല കെട്ടുകൾ അഴിയട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വരിക വരിക കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നീ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കുന്നു. വരിക വരിക ഞങ്ങളിൽ ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ.
കണ്ണുനീരും വേദനകളും ദുഃഖങ്ങളും എല്ലാം എടുത്തു മാറ്റി ഈ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ കർത്താവേ. അവരുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കാൻ തക്ക വിധത്തിൽ ദൈവജനത്തോട് കരുണ കാണിക്കണമേ ഈശോയെ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ശാന്തമായി നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഇരുന്ന് നന്നായിട്ട് വചനം കേൾക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാം. വചനം കേട്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇപ്രകാരമാണ്: അവിശ്വസ്തത ആഴത്തിൽ മുറിവേൽപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറഞ്ഞാൽ ഒരു ദൈവ പൈതലിന് നമുക്ക് ഓരോരുത്തർ വിശ്വാസമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമുണ്ട്, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളെയും മാതാപിതാക്കൾക്ക് മക്കളെയും. ഏത് ജീവിത അന്തസ്സിലാണോ അവിടെ വിശ്വസ്തത കൂടിയേ തീരും. അവിശ്വസ്തത കാണിക്കുമ്പോൾ അത് ആരാണ് കാണിക്കുന്നത്? അത് നമ്മളെ ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മുറിവേൽപ്പിക്കും. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയ ശേഷം അത്താഴത്തിനിരിക്കുമ്പോൾ ഹൃദയം തൊണ്ട ഇടറി പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അത്? നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും. ആ തൊണ്ട ഇടറി പറയാണ് ഈശോ, വേദനയോടെ പറയാണ്. അതുപോലെ ഈശോ വേദനിക്കുമ്പോഴാണ് ഈശോയുടെ തൊണ്ട ഇടരുന്നത്. അത് ഒരു അവിശ്വസത കാണിക്കുമ്പോഴും അതുപോലെ മനസ്സിൽ ഒത്തിരി ഭാരം ഉണ്ടാവും, വേദനിക്കും. ലാസറിൻ്റെ കുഴിമാടത്തിൽ നിൽക്കുമ്പോൾ ഈശോ കണ്ണ് നിറയും. ഈശോയുടെ അത്രയേറെ സ്നേഹിച്ച ഒരാളായിരുന്നു ലാസർ, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. അവൻ്റെ മരണം, ആ ലാസറിൻ്റെ മരണം ഈശോയെ കണ്ണീരിലാഴ്ത്തി. ഇതുപോലെ തന്നെയാണ് അവിശ്വസ്തത. ഈശോയുടെ തൊണ്ടയിടാൻ കാരണം എന്താ? യൂദാസ് ഈശോയെ കൊടുക്കും എന്ന് ഈശോയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 21-ാമത്തെ ലിഖിതം, ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും. ഇത് പറഞ്ഞപ്പോൾ ആത്മാവിൽ അസ്വസ്ഥനായി, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും, സത്യമായി ഞാൻ പറയാം. അപ്പോൾ യൂദാസ് അവിടെ ഉണ്ട്. ആ ഊണുമേശയിൽ, ആ ഊട്ടുശാലയിൽ യൂദാസ് ഉണ്ട്. അപ്പോൾ അവൻ ഓൾറെഡി അച്ചാരം വാങ്ങിച്ചു കഴിഞ്ഞു. 30 വെള്ളിക്കാശിൻ്റെ ആ ഒരു കിഴിക്കിട്ടുമായാണ് ഈശോ 30 വെള്ളിക്കാശിന് സഞ്ചിയുമായിട്ടാണ് യൂദാസ് ആ ഭക്ഷണത്തിലിരിക്കുന്നത്. കർത്താവിന് വിശ്വാസമായിരുന്നു. അതുപോലെ തന്നെ കർത്താവിന് വലിയ സങ്കടമാണ്. യൂദാസിനെ പോലെ തന്നെ പത്രോസിനെ തള്ളി പറയും, എല്ലാ ശിഷ്യന്മാരും ഓടിമറയും. ഇപ്പോഴെൻ്റെ ഒപ്പം എൻ്റെ പാത്രത്തിൽ നിന്ന് ഇതാ കഴിക്കുന്ന പാനം ചെയ്യുന്ന ഓരോരുത്തരും എന്നെ വിട്ടുപോകും. അതാണ് സങ്കടം. വിശ്വസിച്ച് കൂടെ കൂട്ടിയവരാ. സംഗീത പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ 9-ാമത്തെ ലിഖിതം, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കാലുയർത്തിയിരിക്കുന്നു. കേട്ടോ, എനിക്കെതിരെ കാലുയർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയപ്പെട്ടവർ നമ്മൾക്ക് ഏൽപ്പിക്കുന്ന പ്രഹരം, വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുന്നവർ നമുക്ക് ഏൽപ്പിക്കുന്ന പ്രഹരം, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയായിരിക്കും. നമ്മൾ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ ചതിയോ വഞ്ചനയോ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർ കാണിക്കുന്ന അവിശ്വസ്തത ഒരാളെയോ, അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, അവർക്ക് താങ്ങാൻ പറ്റില്ല. അവരുടെ ഹൃദയം തകർന്നു പോകും. അതുപോലെ മാതാപിതാക്കൾ ചിന്തിക്കും, മക്കൾ എൻ്റെ ഒപ്പം ഉണ്ടാകും, എൻ്റെ ശിഷ്ടകാലം മക്കളുടെ തണലിൽ ജീവിക്കാൻ വേണ്ടി മക്കളെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരും. എന്നാൽ അവർ ചിലപ്പോൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കില്ല, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന.
പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ആ വേദന അവർക്ക് ഒരു രോഗമുണ്ടായാലോ അല്ലെങ്കിൽ ശരീരത്തിൽ മുഴുവൻ വ്രണം ബാധിച്ച് ചലമൊക്കെ ഒഴുകി ബ്ലഡും ചലമൊക്കെ ഒഴുകി അതിശക്തമായ വേദനയുണ്ടെന്ന് വിചാരിച്ചു, അതൊക്കെ അവർക്ക് താങ്ങാൻ പറ്റും, ആ സംഗതി അവർക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ മക്കളും പ്രിയപ്പെട്ടവരും വിശ്വസിച്ചവരും ഏൽപ്പിക്കുന്ന മുറിവ് അത് ആഴത്തിൽ നമ്മളെ വേദനിപ്പിക്കും. അത് കർത്താവ് കുരിശ് ചുമന്നുകൊണ്ട് കാവലേരി മലയിലേക്ക് കയറുമ്പോൾ കർത്താവിന് ആ കുരിശ് ചുമക്കുന്നത് കൊണ്ടോ ചമ്മട്ടിയടിയുടെ വേദനയോ അതല്ല കർത്താവിന് വേദന. ആ കർത്താവിൻ്റെ വേദന തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇട്ടിട്ട് പോയി, എല്ലാവരും ഇട്ടിട്ട് പോയി. സംഗീത പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ 12-13 നിങ്ങൾ, ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരം പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതമായിരുന്ന നീ തന്നെ അത് ചെയ്തു, നീ തന്നെ അത് ചെയ്തു. അതാ കർത്താവ് ചോദിക്കുന്നുണ്ട്, യൂദാസേ നീയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കർത്താവിന് വേദനയാണ്. അത് എന്താ, യൂദാസ് എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു. നർദീൻ തൈലം പാപിനിയായ സ്ത്രീ ഈശോയുടെ പാദത്തിങ്കൽ കണ്ണീര് കൊണ്ട് കഴുകിയ നർദീൻ തൈലം ഈശോയെ പൊതിയുമ്പോൾ യൂദാസ് പറയുന്നുണ്ട് വലിയൊരു കാര്യം, വലിയൊരു വാക്യമൊക്കെ പറയുന്നുണ്ട്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ഹൃദയം, അവൻ്റെ വാക്കുകൾ കുത്തിരി നന്മയുള്ള വെണ്ണ പോലത്തെ വാക്കുകളായി. പത്രോസും പറയുന്നുണ്ട്, ഞാൻ എല്ലാ സമയവും നിൻ്റെ കൂടെ ഉണ്ടാവും. അവരെല്ലാം വാക്കുകൾ തേനായിരുന്നു. പക്ഷേ എന്താ പറ്റി? സംഗീത പുസ്തകം 55:21, അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ പടയൊരുക്കം, അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയവുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളത് ഇതുപോലെ തന്നെ ഇപ്പോഴീ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് പലരിൽ നിന്നും പല കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരും വിശ്വസിച്ചവരും കൂടെ നിർത്തിയവരും ചേർത്ത് പിടിച്ചവരും അവരൊക്കെ ചിലപ്പോൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അത്തരത്തിൽ വേദനിക്കുന്നവരോട് കർത്താവ് എന്ന് പറയാണ്, എൻ്റെ വേദന ഇതായിരുന്നു, എന്നാൽ ഞാനത് എല്ലാം സഹിച്ചു, അതെല്ലാം എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കാഴ്ചവെച്ചു, അവിടുന്ന് എനിക്ക് ആശ്വാസം നൽകി. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയാണ്, ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്നവരെല്ലാം ഇന്ന് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് ആ വേദനകൾ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആശ്വാസമായി പരിശുദ്ധാത്മാവിനെ നൽകും. അവൻ നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കും, അവൻ നിൻ്റെ വേദന ഏറ്റെടുക്കും, അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കും, ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും. സ്വാന്തന വചനങ്ങൾ നിങ്ങളുടെ ചെവിയിൽ പരിശുദ്ധാത്മാവ് മന്ത്രിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കർത്താവിൻ്റെ വചനമാണ്. നമുക്ക് കർത്താവ് വേദനയുടെ സമയത്ത് എന്ത് ചെയ്യുകയാണ്? പിന്നീട് സ്തോത്രഗീതം ആലപിക്കുകയാണ്. എന്നെ യൂദാസ് ഒറ്റ കൊടുക്കും, ശിഷ്യന്മാർ വിട്ടുപോകും, ആരും ഉണ്ടാവുകയില്ല, വലിയ പീഡകൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന് ഈശോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരൊരുമിച്ച് സ്തോത്രഗീതം ആലപിച്ചു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 30-ാമത്തെ തിരുലിഖിതം. അവരൊരുമിച്ച് സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് കിട്ടുന്ന സഹനങ്ങൾ, എൻ്റെ വേദനകൾ, എന്നെ ചതിക്കുന്നവരൊക്കെ എൻ്റെ മുമ്പിലുണ്ട്, അവരോടൊപ്പം ഞാൻ ഇതാ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. എന്നിട്ട് ഒലിവുമല കയറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒലിവുമല കയറുന്നത് എന്തുകൊണ്ടാണ്? ആ വേദനയിൽ നിന്ന് മാറാൻ വേണ്ടിയല്ല, തന്നെ ചതിച്ചവത്തിനെ ഓർത്തുള്ള സങ്കടമാണ് ഒലിവുമല ചവിട്ടുന്നത്. ഇതേ സംഭവം നമ്മൾ പഴയ നിയമത്തിൽ 2 സാമുവേൽ 15-ാം അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനം കാണും. ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടി ഉണ്ടായിരുന്നവരെല്ലാം തലമൂടിയിരുന്നു, അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. എന്തുകൊണ്ടാ ദാവീദ് നഗ്നപാതനായി ഒലിവുമലയുടെ കയറ്റം കയറിയത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, താൻ പ്രിയപ്പെട്ടവനെന്നും തൻ്റെ സന്തത സഹചാരിയുമായ ഒരാളുണ്ടായിരുന്നു ദാവീദിന്. ആരായിരുന്നു? അവൻ്റെ പ്രിയപ്പെട്ട സൈന്യാധിപൻ അഹിതോഫൽ. അഹിതോഫൽ ആയിരുന്നു പ്രിയപ്പെട്ട സഹചാരി. ഈ അഹിതോഫൽ എന്ത് ചെയ്തു? തൻ്റെ ഹൃദയം മുഴുവൻ പകർന്നു കൊടുത്ത ആളാണ്. തൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന അഹിതോഫൽ.
അവൻ എന്ത് ചെയ്തു? അവൻ തൻ്റെ പ്രിയപ്പെട്ട മകനായ അബ്സലോം ദാവീദിനെതിരായി തിരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാവീദിൻ്റെ പക്ഷം വിട്ട് അബ്സലോമിൻ്റെ പക്ഷം ചേർന്നെന്ന് അറിയുകയാണ് ദാവീദ്. അതറിഞ്ഞപ്പോൾ ഇത്രയും വിശ്വസ്തനായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നെ വിട്ടുപോയല്ലോ, ഇനി എനിക്കെന്താ? മക്കൾ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ജീവിത പങ്കാളിമാർ വിട്ടുപോയത് കൊണ്ടോ അത് രാജ്യം തകർന്നതിലോ ഒന്നും ദാവീദിന് സങ്കടമില്ല. പക്ഷേ തൻ്റെ വിശ്വസ്തദാസനായ അഹീതോബൽ തന്നെ വിട്ടുപോയപ്പോൾ, ശത്രുപക്ഷം ചേർന്നപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ വാള് കുത്തിയിറക്കുന്ന വേദനയുണ്ട്. അതുകൊണ്ടാണ് തകർന്ന് തരിപ്പണമായ ദാവീദ് തല മൂടിക്കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറിയത്. ഇതുപോലെ തന്നെ തന്നോട് ചേർന്ന് തൻ്റെ പാത്രത്തിൽ ആദ്യത്തെ അപ്പം മുക്കി ഭക്ഷിച്ച്, തന്നോട് സംസാരിച്ച്, തൻ്റെ ഒപ്പം യാത്ര ചെയ്ത്, തൻ്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും പങ്കുവച്ച് നടന്ന യൂദാസും പത്രോസും ഒക്കെ തന്നെ വിട്ടുപോകുകയും ചതിയിലൂടെ 30 വെള്ളിക്കാശിന് വേണ്ടി തന്നെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ മുഖം കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ ഈശോ നഗ്നപാതനായി ഒലിവുമലയിലേക്ക് കയറ്റം കയറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഇതുപോലെ സങ്കടത്തിലൂടെ കടന്നു പോകുകയാണെന്ന് ഓർത്തോ. അപ്പോൾ നിങ്ങളുടെ ആ കണ്ണുനീര് കർത്താവിന് കാൽക്കൽ വെക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പലരെയും വിശ്വാസത്തോടെ ചേർത്ത് പിടിക്കും, ജീവിതാവസാനം വരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കും, നമ്മളെല്ലാവർക്കും കൊടുക്കും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. പക്ഷേ അവർ നമുക്ക് തിരിച്ചു നൽകിയതോ ഒരു ആത്മാർത്ഥതയില്ല, ചതി, വഞ്ചന. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പോട്ട് ജീവിക്കാൻ പോലും നമ്മൾ ആഗ്രഹം തോന്നില്ല. അവിശ്വസ്തത വളരെ മോശം, വളരെ വേദനാജനകമാണ്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനവുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ചു. ഇസ്രായേൽ ജനം അവരെ വിടുവിച്ച് കൊണ്ടുവരികയാണ് മോശ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ സീനായിൽ വെച്ചൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിലൂടെ അവർ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മക്കളായി. അവർക്ക് ദൈവം പ്രിയപ്പെട്ടവനായി. എന്നാൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറിയപ്പോൾ ആ നിമിഷം അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. അത് ദൈവത്തിന് വലിയ വേദനയുണ്ടാക്കി. ആ ഒരു അവിശ്വസ്തത അതെന്ത് ചെയ്തു? കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ആളിക്കത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഉഗ്രമായി കോപിക്കുകയാണ്. കോപം എന്നാന്ന് ചോദിച്ചാൽ മുറിവേറ്റ സ്നേഹമാണ് കോപം. കർത്താവ് മുറിവേറ്റു, കാരണം തൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് വിട്ടുപോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെൽമുട്ട് തിലക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഗ്രന്ഥകാരനുണ്ട്. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്തിൽ ഹിറ്റ്ലറിൻ്റെ പ്രവർത്തനത്തെയും ഹിറ്റ്ലറിൻ്റെ ദുഷ്ടതയെയും ഹിറ്റ്ലറിൻ്റെ പ്രവർത്തനത്തെ നിശ്ചിതമായി വിമർശിക്കുകയും ഹിറ്റ്ലറിനെ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിമർശിക്കും. അങ്ങനെ വിമർശിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഹിറ്റ്ലറിൻ്റെ പടയാളികൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദ്യം ചെയ്യും. ഒന്നും ഇത് അംഗീകരിക്കുകയില്ല, ഒന്നിനും അംഗീകരിക്കില്ല. അങ്ങനെ എത്ര പ്രകരിച്ചിട്ടും ഇദ്ദേഹത്തിനെ ഒരു കുറ്റവും ഏൽപ്പിക്കാൻ പറ്റിയില്ല. അവസാനം അദ്ദേഹത്തെ പടയാളികൾ വെറുതെ വിട്ടിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അറിയുന്നത് ഇദ്ദേഹം ഒരു മരത്തിൽ തൂങ്ങിച്ചത്തു എന്നാണ്. അപ്പോൾ ആളുകൾക്കെല്ലാം സങ്കടമായി. ഇത്ര നല്ല വിശ്വസ്തനും സ്നേഹിതനും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനും അങ്ങനെ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ ജയിലിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു. എന്താ കാരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഈ മനുഷ്യനെ പടയാളികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് തൻ്റെ രക്തത്തിൽ പിറന്ന ഒരേ ഒരു മകനാണ് ഇദ്ദേഹത്തെ ഒറ്റുകൊടുത്തത്. തൻ്റെ മകനാണ് തന്നെ ചതിച്ചൊറ്റ കൊടുത്തത് എന്ന് കേട്ടപ്പോൾ ആ മനുഷ്യനുണ്ടായ വേദന താങ്ങാൻ പറ്റുന്നതല്ല. ഇനി മുമ്പോട്ട് ആ പടയാളികൾ കൊടുത്ത അടികളോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ പരിഹാസങ്ങളോ അദ്ദേഹത്തിനുള്ള വേദനകളൊന്നും അദ്ദേഹത്തിന് ഒന്നുമല്ലായിരുന്നു. പക്ഷേ സ്വന്തം മകൻ്റെ ചതി സഹിക്കാൻ പറ്റാതെ അദ്ദേഹം കെട്ടിത്തൂങ്ങിച്ചത്തു. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഴത്തിൽ നിങ്ങൾ വിശ്വസിച്ചവർ, നിങ്ങൾ പ്രിയപ്പെട്ടവർ മുറിവേൽപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ അത് കർത്താവിന് സമർപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തന്നെ ഇന്ന് തീരുമാനമെടുക്കാം, അവിശ്വസ്തത കാണിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസ് അവസാനം എന്ത് ചെയ്തു? നിരാശപ്പെട്ട് തൂങ്ങിച്ചെത്തു. അഖീതോഫെലും ഇതേപോലെ തന്നെ തൂങ്ങിച്ചെത്തു. ദാവീദിനെ ചതിച്ച അഖീതോഫെൽ
കെട്ടിഞ്ഞാന്ന് ചത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യത്തിൽ കടന്നു പോയാലും വിശ്വസ്തയോടെ മുന്നോട്ട് പോകണം. ഹോസിയ പ്രവചനത്തിൽ 14 അധ്യായം 4-ാമത്തെ ലിഖിതം, ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും, കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നേടി എന്നുള്ളതല്ല, നമ്മൾ എന്ത് നേടി എന്നുള്ളതല്ല, മറിച്ച് നാം നമ്മുടെ ജീവിത പങ്കാളിയോട്, മക്കളോട്, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ ഏത് ജീവിതാന്തസ്സാണോ അവിടെ വിശ്വസ്തയോടെ ജീവിക്കണം. വിശ്വസ്തയോടെ ജീവിക്കണം. ചതി, വഞ്ചന, ഇതൊന്നും കർത്താവിന് സ്വീകാര്യമല്ല. ഈശോ ആഗ്രഹിക്കുന്നത് നേരും നെറിയുള്ള ജീവിതമാണ്. നമ്മളോട് ഒരാളൊരു വിശ്വാസത്തോടെ ഒരു കാര്യം പറഞ്ഞാൽ അത് വിശ്വാസത്തോടെ തന്നെ അത് കാത്തു സൂക്ഷിക്കണം. നമ്മളോട് ഒരാൾ രഹസ്യം പറഞ്ഞാൽ ആ രഹസ്യം നമ്മൾ പരസ്യമാക്കരുത്. കാരണം നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് അത് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം മോഹനസുന്ദര വാഗ്ദാനം ചെയ്താലും നാം വിശ്വാസത്തോടെ വേണം മുമ്പോട്ട് പോകാൻ. അവിശ്വസ്തത പ്രകടിപ്പിക്കരുത്, കാണിക്കരുത്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ ലിഖിതം, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മരണം വരെ, കുടുംബജീവിതമാകട്ടെ, സന്യാസ ജീവിതമാകട്ടെ, പൗരോഹിത്യമാകട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ജോലിയാകട്ടെ, ഏത് സ്ഥലത്താണോ അവിടെ മരണം വരെ വിശ്വസ്തത കാണിക്കുക, വിശ്വസ്തനായിരിക്കുക. നമുക്ക് തുടർന്ന് ആരാധനയ്ക്ക് പ്രവേശിക്കാം. ഈ ആരാധന നമുക്ക് ശക്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, മരണം വരെ വിശ്വസ്തനായിരിക്കാൻ. എല്ലായിടത്തും സത്യസന്ധമായി ജീവിക്കണം. എത്രമാത്രം വലിയ മേന്മകൾ കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് ഒത്തിരിയേറെ വാഗ്ദാനങ്ങളൊക്കെ പലരും പറയും. എന്നാൽ സത്യസന്ധമായിട്ടല്ല എങ്കിൽ ഒരു വാക്ക് പോലും നാം കൊടുക്കരുത്. സത്യം, നീതി, ധർമ്മം ഇതെല്ലാം പാലിക്കാൻ കർത്താവ് നമ്മൾ ആഹ്വാനം ചെയ്യുക. ഈശോയെ, ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവ് ഇന്ന് നമ്മൾ അനുഗ്രഹിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തത പാലിക്കാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് ഒരു അനുഗ്രഹം ചോദിക്കാം. ഈശോ നമ്മൾ അനുഗ്രഹിക്കും. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് വിശ്വാസിയാകാതെ മകനേ പ്രാർത്ഥിക്കുന്നു. വേഗമണയൂ അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. വിശ്വാസ വഴി ഞാൻ തെളിക്കാം. വിശ്വാസ വഴി ഞാൻ തെളിക്കാം.